കോഴിക്കോട് ഓഫീസ് ക്ലബിൽ തോക്ക് ചൂണ്ടി ഭീഷണി, യുവാവിന്റെ അതിക്രമം മദ്യലഹരിയിൽ. ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസ്. ഇംഗ്ലീഷ് ദിനപത്രത്തിൽ വന്ന അഭിമുഖം വളച്ചൊടിച്ചതെന്ന് ശശി തരൂർ. കേരളത്തിലെ നേതൃത്വത്തെക്കുറിച്ച് താൻ പറയാത്തത് പ്രചരിപ്പിച്ചു. ഒരു പാർട്ടിയിലേക്കും പോകാൻ ഉദ്ദേശമില്ല. പത്രം ഇതുവരെ മാപ്പ് പറഞ്ഞില്ലെന്നും തരൂരിന്റെ ആരോപണം. പ്രതികരണം സാമൂഹ്യ മാധ്യമമായ എക്സിൽ. വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ വീട് 20 ലക്ഷം രൂപ ചെലവഴിച്ച് നിശ്ചയിച്ച സർക്കാർ. സുരക്ഷിതമല്ലാത്ത മേഖലയിൽ താമസിക്കുന്നവർക്കും വീട് നൽകും. ദുരന്തബാധിതർക്ക് വീടിന് സ്ഥലം 7 സെന്റാക്കി ഉയർത്തി. ആദ്യഘട്ടത്തിൽ എൽസ്റ്റോൺ എസ്റ്റേറ്റ് മാത്രമായി ഏറ്റെടുക്കുമെന്നും മന്ത്രിസഭായോഗ തീരുമാനം. ആശാവർക്കർമാർക്ക് ഓണറേറിയവും കുടിശ്ശികയും ഇൻസെന്റീവും അനുവദിച്ച സർക്കാർ. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആശാവർക്കർമാർ. ആശമാരോട് കടുംപിടുത്തമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സമരത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ UDF. വർദ്ധിക്കുന്ന കൊലപാതകങ്ങൾക്കും ലഹരി വ്യാപനത്തിനുമെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസ സമരം നടത്തും. കടൽ മണൽ ഖനനത്തിൽ ഇടതുമുന്നണിയുമായി ചേർന്ന് സമരത്തിനില്ലെന്ന് UDF. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDFന്റെ എല്ലാ കമ്മിറ്റികളെയും ശക്തിപ്പെടുത്തും. തീരുമാനം LDF നേതൃയോഗത്തിൽ. ഭാസ്കരക്കാരണവർ വധക്കേസ് പ്രതി ഷെറിനെതിരെ വീണ്ടും കേസ് കണ്ണൂർ പള്ളിക്കുന്ന് വനിതാ ജയിലിൽ സഹതടവുകാരിയെ മർദ്ദിച്ചതിന്. കേസ് ഷെറിന് നല്ല നടപ്പ് കാണിച്ച ശിക്ഷാ ഇളവ് നൽകിയതിന് പിന്നാലെ. മലപ്പുറം ചുങ്കത്തറയിലെ പഞ്ചായത്ത് അംഗം കൂറുമാറിയതിൽ ഭീഷണിയുമായി CPIM ഏരിയ സെക്രട്ടറി. നുസൈബയുടെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തിയത് CPIM ഏരിയ സെക്രട്ടറി T. രവീന്ദ്രൻ. അൻവറിനോടൊപ്പം നിന്നാൽ ഭാവിയിൽ ഗുരുതര വിഷയമുണ്ടാകുമെന്ന മുന്നറിയിപ്പ്. പാർട്ടിയെ കുത്തിയാണ് പോകുന്നത്, ഓർത്തുവെച്ചോളാൻ ഭീഷണിക്കോൾ. അൻവറെ കണ്ടിട്ട് തീരുമാനമെടുക്കാൻ ഭാവിയിൽ വലിയ ഗുരുതരമായ വിഷയങ്ങളുണ്ടാവും. ഈ പാർട്ടിയെ കുത്തിയിട്ടാണ് ഈ പോണത്. അത് ഓർമ്മ വെച്ചു. ഒരു ഭാഷണയും എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉണ്ടാവില്ല. മലപ്പുറം ചോളമുണ്ടയിൽ ചെരിഞ്ഞ കാട്ടാനയുടെ ശരീരത്തിൽ നിന്നും ലോഹവസ്തു കണ്ടെത്തി. വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചു. കസേരക്കൊമ്പൻ എന്ന് വിളിക്കുന്ന ആന ചെരിഞ്ഞത് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ വീണ്. രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളം 1ാം ഇന്നിംഗ്സ് ലീഡിനായി പൊരുതുന്നു. 2ാം ദിനം കളി അവസാനിച്ചപ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 131 റൺസ് എന്ന നിലയിൽ. വിദർഭയുടെ 379 റൺസ് പിന്തുടരുന്ന കേരളം 248 റൺസിന് പിന്നിൽ. ആദിത്യ സർവ്വദേയ്ക്ക് അർദ്ധ സെഞ്ചുറി. ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു.